രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സംവൽ സന്ദർശനത്തിനായി പുറപ്പെട്ടു. സംഘർഷത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെയും പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുകളെയും രാഹുൽ ഗാന്ധി നേരിൽ കാണും. കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും രാഹുൽ ഗാന്ധിക്കൊപ്പം ഉണ്ടാകും. വിനീത വി ജി ഡൽഹിയിൽ നിന്നും ലേറ്റസ്റ്റ് വിവരങ്ങൾ നൽകും. വിനീത, പറയൂ വിശദാംശങ്ങൾ. അല്പസമയം മുൻപാണ് രാഹുൽ ഗാന്ധി വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്. രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്ക ഗാന്ധി ഉണ്ട്, കെ സി വേണുഗോപാലുണ്ട്. ഒപ്പം തന്നെ UP-PCC അധ്യക്ഷൻ അജയ് റായും രാഹുൽ ഗാന്ധിയെ വസതിയിലെത്തി സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ള സംഘം നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ നമുക്ക് മുന്നിലുള്ള ഈ വാഹനങ്ങളിലാണ് ഉള്ളത്. ഏതാണ്ട് ഒരു 12 മണിയോടുകൂടി ഈ സംഘം അവിടെ എത്തിച്ചേരുമെന്നാണ്, സംഭാൽ സന്ദർശിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ അതേസമയം ഈ അതിർത്തി മേഖലകളിലേക്കടക്കം, ഗാസിപ്പൂർ അതിർത്തിയിലേക്കടക്കം വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ഡിസംബർ 10 വരെ അവിടെ നിയന്ത്രണം തുടരുന്നതിനാൽ നേരത്തെ തന്നെ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെ അജയ് റായുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനെയും ഒന്നും തന്നെ സന്ദർശനാനുമതി നൽകിയിട്ടുണ്ടായിരുന്നില്ല. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം. രാഹുലിന് അനുമതി ലഭിക്കുമോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഇപ്പോഴും ഒരു അനിശ്ചിതത്വം തുടരുകയാണ്. എന്താണെങ്കിലും സംഭാൽ സന്ദർശിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നമ്മൾ അജയ് റായുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നതും അത് തന്നെയാണ്. എന്താണെങ്കിലും ഇത്തവണ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സംഘം സംഭാൽ സന്ദർശിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പോലീസ് ഞങ്ങളെ മടക്കി അയക്കാൻ ശ്രമിക്കുകയാണെന്ന് കെ സി വേണുഗോപാലും പ്രതികരിച്ചിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ നമുക്ക് മുന്നിലുള്ള വാഹനങ്ങളിലാണ് ഈ കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളത്. അവർ സംഭാലിലേക്ക് ഇന്ന് സന്ദർശനം എന്താണെങ്കിലും നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സംഭാലിൽ ഈ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളെ നേരിൽ കാണും. ഒപ്പം തന്നെ ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട ആശുപത്രിയിൽ കഴിയുന്നവരുമായി അവരെയും നേരിൽ കാണും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ ഈ സൂചിപ്പിച്ചതുപോലെ അവിടെ ഇത്തരം സന്ദർശനങ്ങൾ അവിടെ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നാണ് UP പോലീസ് നൽകുന്നൊരു വിശദീകരണം. ഇതിൻ്റെ കൂടി തുടർച്ചയായാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ സംഭാൽ സന്ദർശനവുമായി ബന്ധപ്പെട്ട മറ്റ് സംഘങ്ങളെയൊക്കെ തന്നെ പോലീസ് തടഞ്ഞിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഈ അജയ് റോയുടെയൊക്കെ നേതൃത്വത്തിലുള്ള സംഘത്തിനെ വലിയ പ്രതിരോധം തീർക്കുകയായിരുന്നു പോലീസ്. ഒപ്പം തന്നെ പാർട്ടി ആസ്ഥാനത്തിലേക്കടക്കം പോലീസ് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുകയും ഈ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമടക്കടക്കം കാര്യങ്ങൾ എത്തിയൊരു പശ്ചാത്തലം കൂടിയുണ്ട്. എന്താണെങ്കിലും ഇത്തവണ സംഭാൽ സന്ദർശിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ നമുക്ക് മുന്നിലുള്ള വാഹനങ്ങളിൽ നേതാക്കളുണ്ട്. അതിന് മുന്നിലുള്ള വാഹനത്തിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉണ്ട്. എന്താണെങ്കിലും ഇത്തവണ സംഭാൽ സന്ദർശിക്കുമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. വിനിത, യഥാർത്ഥത്തിൽ UP അതിർത്തിയിൽ ഇവരെ തടയാൻ അവിടുത്തെ UP പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. തടഞ്ഞാൽ എന്ത് ചെയ്യാനാണ് ഇവരുടെ നീക്കമെന്ന് നമുക്ക് പിടികിട്ടിയിട്ടുണ്ടോ? അതിർത്തിയിൽ തടയുമെന്നാണ് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്.